ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഞാനിവിടെ ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ചെറുതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ ഇതേപോലുള്ള ചെറിയ ഒരു ഗ്രേറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഇത് കപ്പളവിൽ പറയുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ ചിലപ്പോൾ എടുക്കുന്നതൊക്കെ വലിപ്പം കൂടുതലൊക്കെ ആയിരിക്കും. എത്ര കപ്പാണ് ഞാൻ എടുക്കുന്നതെന്ന് പിന്നീട് പറയുന്നുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു 3 കപ്പിനടുത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒരു 5-6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റിൻ്റെ ആ ഒരു വെള്ള നനവൊക്കെ പോയിട്ട് ആ ഒരു ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കളർ ചേഞ്ച് ആയിട്ട് അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാൽ 250 ml കപ്പിൽ 1 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. ക്യാരറ്റ് ഏറ്റവും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നിങ്ങൾ വലുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു 1.5 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ പാലിൽ ഈ ക്യാരറ്റ് ഒന്ന് കുക്കായി വരണം. അപ്പോൾ ഒരു മീഡിയത്തിനും ലോയിലും ഇടയിലാക്കി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഈ പാലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന സമയം വരെ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ അധികത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി. ഇനി ക്യാരറ്റിലേക്ക് ആ മധുരമൊക്കെ പിടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് ഇത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ അത്യാവശ്യം പഞ്ചസാരയുടെ നനവൊക്കെ പോയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടുമാണ് ചേർത്തിട്ടുള്ളത്. പിസ്തയോ ബദാമോ ഒക്കെ വേണമെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്യാരറ്റും കുറച്ച് ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്വീറ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സ്വീറ്റ് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്